പൗർണമി പെണ്ണേ നിൻ മനസ്സിൽ വിരഹനൊമ്പരം ആരറിയ വിരഹിണിയാമൻ മാനസവീണൈ മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിരവധി ഗാനമേള വേദികളിലൂടെയും കച്ചേരി വേദികളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗീത കലാകാരനെയാണ്. ഒരു സംഗീത അധ്യാപകനായും ഒരു കടം ആർട്ടിസ്റ്റായും ഒക്കെ പ്രവർത്തിക്കുന്ന ശ്രീ നൂർനാട് രാധാകൃഷ്ണൻ ചേട്ടൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മൾ ഈ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ചേട്ടൻ എന്തോ ചികിത്സയിലിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മളോടൊന്ന് അതെ പറയാമോ? ഞാൻ സാധാരണഗതിയിൽ ഇതുപോലെ പ്രോഗ്രാമും ക്ലാസ്സുമായിട്ടൊക്കെ ഇങ്ങനെ പോവുകയായിരുന്നു. പെട്ടെന്നാണ് കണ്ണിനൊരു അസ്വസ്ഥതയും ഒരു മൂടാപ്പ് പോലൊക്കെ വന്നതും. അങ്ങനെ ഞാൻ വൈഫിനെയും കൂട്ടി നമ്മുടെ മേപ്പിളിക്കുറ്റി ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ പോയി കണ്ണിലെ ചികിത്സ, അവർ കണ്ണിലെ പ്രഷർ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല ഒരു ഹോസ്പിറ്റലിൽ പോകണം. അത് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു, പിന്നെ മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇത്രയും സീരിയസ് ആണെന്നുള്ളവർ നമുക്കറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ്. എൻ്റെ കണ്ണിന് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പോൾ അത് ഗ്ലൂക്കോമ എന്ന് പറയുമ്പോൾ കണ്ണിൽ പ്രഷർ വരുന്നതിനെയാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും കണ്ണിനെ കൊല്ലുന്ന ഒരു അസുഖമാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. കാഴ്ച ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്കിനി വീണ്ടും തിരിച്ചു കിട്ടും എന്നുള്ള എന്തെങ്കിലും പറയുമല്ലോ ഉണ്ടായോ ഡോക്ടർമാർ? അവിടെ സത്യത്തിൽ എനിക്ക് ഒരു മതിയായ ഒരു ചികിത്സ അവിടെ നിന്ന് ലഭിച്ചില്ല. അതൊക്കെ ഭയങ്കര ഒരു കടുകട്ടിയായ തമിഴാണ് അവർ സംസാരിക്കുന്നത്. ഇനിയിപ്പം തിരുനെൽവേലിയിൽ ഒന്ന് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇനി കണ്ണിലെ ഇതുവരെ ഓപ്പറേഷനും കാര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ ആൾക്കാർക്കുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നമേ. അപ്പോൾ അവർ 1-2 പേർക്കൊക്കെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ തിരുനെൽവേലിയിലൊന്ന് പോയി ഇതിന് ഓപ്പറേഷനും വല്ല എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ അന്വേഷിക്കാനായിട്ടിരിക്കുകയാണ്. ചേട്ടൻ ഈ സംഗീത മേഖലയിൽ അല്ലെങ്കിൽ വന്നിട്ട് എത്ര കാലമായി കാണും? ഞാൻ സംഗീത മേഖലയിൽ വന്നിട്ട് ചെറുപ്പം മുതലേ പാടുമായിരുന്നു? ചെറുപ്പം മുതലേ പാടുമായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ പള്ളിക്കൽ PVS PMHSലാണ്, കള്ളപ്പന്തറ സ്കൂളിലെ. അപ്പോൾ അവിടെ 5ാം ക്ലാസ് മുതലേ സബ് ജില്ല സ്റ്റേറ്റ് തല മത്സരങ്ങൾക്കെല്ലാം പോകാറുണ്ട്. സ്കൂളിലേക്ക് ഒരുപാട് ട്രോഫിയൊക്കെ അങ്ങനെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു അറിയപ്പെടുന്ന ഗായകൻ തന്നെയായിരുന്നു ചെറുപ്പത്തിലെ. അന്ന് മുതലുള്ള വലിയ ഒരു മോഹമായിരുന്നു സ്വാതിരനാഥ സംഗീത കോളേജിൽ പഠിക്കാൻ പോവുക എന്നൊക്കെ ഉള്ളത്. ഈ ചെറുപ്പം തൊട്ടേ സംഗീതം അഭ്യസിക്കുന്നുണ്ടായിരുന്നു? ചെറുപ്പം തൊട്ടേ ഇല്ലായിരുന്നു. ഏത് ഗുരുവിന്റെ അടുത്താണ് സംഗീതം അഭ്യസിച്ചത്? എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ആനേടി രാജു എന്ന് പറയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഒരു കണ്ണമം ഗംഗാധര സാറ്, അദ്ദേഹം ഗ്രാമസേവനായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ സംഗീതം പഠിച്ച ചുനക്കര രാജൻ സാറിൻ്റെ അടുത്താണ്. ചുനക്കര 2 രാജൻ സാർമാരുണ്ട്. ഒന്ന് നമ്മുടെ കാളത്തിലുണ്ടാക്കുന്ന സാറും ഇത് പാട്ട് സാറും. അത് പാട്ട് സാറിൻ്റെ അടുത്തായിരുന്നു ഞാൻ സംഗീതം പഠിച്ചത്. അതിനുശേഷം പിന്നെ മ്യൂസിക് കോളേജിൽ പോയി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയും അവിടെ അഡ്മിഷൻ കിട്ടുകയും പിന്നെ അവിടെ ആയിരുന്നു. ഇപ്പോൾ ഈ ഗാനമേള വേദികളിലൊക്കെ പാടുന്നുണ്ട്? ഗാനമേളയ്ക്ക് ഞാൻ ചെറുപ്പത്തിൽ ചവറ നവധാര എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികളുടെ ഗാനമേള ട്രൂപ്പായിരുന്നു. അപ്പോൾ അവിടെ കുറേ കാലം പാടിയായിരുന്നു. അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ട്രൂപ്പുകളിൽ അങ്ങനെ പാടാൻ പോകുന്നില്ല. ഗസ്റ്റായിട്ടൊക്കെ ഇങ്ങനെ പാടാൻ പോയിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്തും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്. ഈ ഗാനമേള അല്ലാതെ കച്ചേരികളും ചെയ്യാറുണ്ട്. എൻ്റെ അരങ്ങേറ്റമൊക്കെ നമ്മുടെ ഇവിടെ ഈ പള്ളിക്കൽ കണ്ടാള സ്വാമി ക്ഷേത്രത്തിൽ ചേർന്നു കച്ചേരിയുടെ അരങ്ങേറ്റമൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ട് തുടങ്ങാം. ഓക്കെ. ഈ കച്ചേരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ സോങ് തന്നെ പാടിയിട്ട് നമുക്ക് മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം
മനസ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം ചേട്ടാ പാട്ട് നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമുക്ക് ഇനി അറിയാനുള്ളത് ചേട്ടാ കാസറ്റുകളിൽ സംഗീതം ചെയ്യുവോ അല്ലെങ്കിൽ പാടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ പാട്ടുകളൊന്നും സംഗീതം ചെയ്തിട്ടില്ല, പക്ഷേ കുറേ ഡിവോഷണൽ പഴയ കാസറ്റില്ലേ അതിലൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പം ഈ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും സംഗീത സംവിധായകന്മാരുടെ കീഴിൽ പാടുവാനോ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ശരിക്കും ഞാൻ സ്വാരനാളി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ SS എന്ന് പറഞ്ഞ വലിയൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടേ. അപ്പോൾ അവിടെ മിക്കവാറും ഈ കോറസ് പാടാൻ പോകുന്ന ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, മ്യൂസിക് കോളേജിൻ്റെ. അപ്പം അങ്ങനെ മധുബാലകൃഷ്ണന് വേണ്ടി കോറസ് പാടിയിട്ടുണ്ട്. രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിലുള്ളൊരു പാട്ടായിരുന്നു. ഞങ്ങൾ സ്ട്രേറ്റ് ഒന്നും അല്ല പാടി, കോറസ് ആയിരുന്നു പാടി. അങ്ങനെ അവരുമായിട്ടൊക്കെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ ഇതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാസറ്റിലൊക്കെ അല്ലാതെ പാടി നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് അടൂരുള്ള എൻ്റെ ഒരു കസിൻ ബ്രദറായ ശൂർനാട് എൻ മധു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം മ്യൂസിക് കോളേജിൽ ഗാനപ്രവീണ പഠിച്ച ആളാണ്. അപ്പോൾ അതേ ഒരു സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ കുറേ കാസറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഭാര്യയും മോനും. മോന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നൂർനാട് CBM സ്കൂളിലാണ്. പിന്നെ എൻ്റെ ഭാര്യ സൗമ്യ, പുള്ളിക്കാരി ഒരു പ്രൈവറ്റ് ജോബാണ്. മകൻ്റെ പേരൊക്കെ? മകൻ്റെ പേര് ഭരത് കൃഷ്ണൻ. നല്ല ഭരത് ഗോപി എന്നൊക്കെ പറയുന്ന തൊട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള പേര്. അപ്പോൾ മകൻ പാടുകയൊക്കെ ചെയ്യുമോ? മകൻ പാടാനുള്ള കഴിവുണ്ട്. മകൻ്റെ പേരിൽ തന്നെ ആയിരുന്നു ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പായിട്ട് പണയിൽ എനിക്കൊരു സ്കൂളുണ്ടായിരുന്നു, മ്യൂസിക് സ്കൂള്. നമ്മുടെ പണയിൽ ലൈബ്രറിക്ക് തൊട്ട് വടക്ക് വശത്തായിട്ടായിരുന്നു. അപ്പോൾ അത് 80 കുട്ടികളോളം അവിടെ മ്യൂസിക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് കൊറോണ വന്ന് ആകെ തകർത്ത് 2-2.5 വർഷക്കാലം ക്ലാസ് എടുക്കാൻ പറ്റാതായി. അങ്ങനെ പിന്നെ നമുക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം കലാരംഗവും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയറായി വന്നപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞു തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം. പിന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു ലൈറ്റ് മ്യൂസിക് എന്ന്. ഓക്കെ. ഞാൻ രവീന്ദ്രൻ മാഷൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാട്ടായ പ്രമദവനം, അത് ജോഗ് രാഗമാണ്. ജോഗ് രാഗം എന്ന് പറയുമ്പോൾ അത് ഹിന്ദുസ്ഥാനിയിൽ പെടുത്താവുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ് ശരിക്കും. ആ രാഗത്തിലുള്ള ഒരു ലൈറ്റ് മ്യൂസിക് ഞാൻ പാടാം. പൗർണമി പെണ്ണേ നിൻ മനസ്സിൽ വിരഹനൊമ്പരം ആരറിയ വിരഹിണിയാമൻ മാനസവീണയിൽ വിരഹിണിയാമൻ മാനസവീണയിൽ വിതുമ്പും വേദന ആരറിയ പൗർണമി പെണ്ണേ നിൻ മനസ്സിൽ വിരഹനൊമ്പരം ആരറിയ. നന്നായിട്ടുണ്ട് ചേട്ടാ, നന്നായിട്ട് പാടിയിട്ട്. താങ്ക് യു. അപ്പോൾ ഇനി നമുക്കറിയാനുള്ളത് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ചേട്ടൻ്റെ ഈ നാട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണെന്നാണ് നമുക്കറിയാം? അയ്യോ, തീർച്ചയായിട്ടും. ചെറുപ്പം മുതലേ ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു പാട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ പിന്നീട് അന്ന് മുതലേ നമുക്കിവിടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലബിൻ്റെ ഏറ്റവും മെയിൻ ആൾ ഞങ്ങളെയൊക്കെ ടൂറിലും ഒക്കെ പഠിപ്പിച്ച് ഞങ്ങളുടെ പുന്നവിള മോഹനപിള്ള സാർ എന്ന് പറയും. സാറ് വില്ലേജ് ഓഫീസറായിരുന്നു, ആയിട്ട് ഇപ്പോൾ റിട്ടയർഡ് ആയത് നമ്മുടെ നൂർനാടായിരുന്നു. അപ്പം സാറ് നേതൃത്വം കൊടുക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു അത്. പിന്നെ എൻ്റെ ചേട്ടന്മാരും അവരുടെ സുഹൃത്തുക്കളും ഒക്കെയാണ് അതിലുണ്ട്. അവിടുന്നൊക്കെയാണ് ശരിക്കും എൻ്റെ ഒരു തുടക്കം. പിന്നീട് അതിനുശേഷം നൂർനാട് KK കൊച്ചു എന്ന് പറഞ്ഞ ആളും നൂർനാട് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ സംഗീതം ചെയ്ത ആളും അവരുടെയൊക്കെ കൂടെയും ഞാൻ അവിടെ പീപ്പിൾസ് കോറസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നേ.
അപ്പം അത് വിപ്ലവഗാനങ്ങളുടെ അതിലും ബാലചേട്ടനൊക്കെ ഒക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിന് ശേഷം ഞാനായിരുന്നു അതിൽ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ളൊരു ഇതിലേക്ക് ഈ സംഗീത മേഖലയിലേക്കുള്ളൊരു വരവ്. സംഗീതത്തിൽ എന്തെങ്കിലും പുരസ്കാരങ്ങൾ അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ടോ? സംഗീതത്തിൽ ഒരുപാട് പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓരോ വേദികളിലും ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് പൊന്നാട അങ്ങനെയുള്ള ആദരവ് കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. സാറ് ഏത് സ്കൂളുകളിലാണ് സംഗീതം പഠിപ്പിക്കുന്നത്? ഞാൻ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിലെ ഒന്നെന്ന് പറയുമ്പോൾ നൂർനാട് ശിവപദ് സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയും. അത് കവിതാ കണ്ണൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അത് നടത്തുന്നത്. അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കുറേ കുട്ടികളുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മുടെ താമരക്കുളം റേഡിയോ ജംഗ്ഷൻ കലാതരംഗിണി, അവിടുത്തെ ടീച്ചറിൻ്റെ പേര് മഞ്ജു. അപ്പം അവിടെയും ഒരുപാട് കുട്ടികളുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നീടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ചാരുമൂട് ഗുരുനാഥൻ കുളങ്ങരയിലൊരു മഞ്ചരി സ്കൂൾ ഓഫ് ഡാൻസ് ഉണ്ട്. അവിടെ പഠിപ്പിക്കുന്ന കുട്ടിയുടെ പേര് ആര്യ എന്നാണ്. ഇപ്പോൾ RLV കോളേജിൽ അത് ഡാൻസ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു കടം ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. ആയിരുന്നു. എന്നെ നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം നോട്ടീസ് ഒരു പഴയ കാലം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കച്ചേരികളിൽ ഘടം നൂർനാട് രാധാകൃഷ്ണൻ എന്ന് കാണാം. അപ്പോൾ ഞാൻ അവിടെ സ്വാരനാഥ സംഗീതമായി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മെയിനായിട്ട് പാട്ടെടുക്കുന്നവർക്ക് സബ് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നീ വയലിൻ അല്ലെങ്കിൽ മൃദംഗം അല്ലെങ്കിൽ വീണ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനെടുത്തത് മൃദംഗമായിരുന്നു. അപ്പം മൃദംഗത്തിൻ്റെ താളങ്ങളൊക്കെ തന്നെയാണ് ഈ മുഗർശംഖ്, ഗഞ്ചിറ, ഘടം എന്ന അതിന് പ്രത്യേക ഒരു പഠിത്തമൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ടുള്ളത്. അപ്പം ആ താളങ്ങളൊക്കെ തന്നെയാണ് ഇതിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഘടം എന്ന ഇൻസ്ട്രുമെന്റ് ഞാൻ ഇച്ചിരി കാര്യമായിട്ടൊന്ന് നോക്കിയായിരുന്നു, മൃദംഗവും ഘടമൊക്കെ. അങ്ങനെ ശരിക്കും പിന്നെ ഘടം ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിലായിരുന്നു ഞാൻ. ഒത്തിരി കച്ചേരി, ഒത്തിരി വലിയ ആൾക്കാരുടെ കച്ചേരികൾക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നവരാത്രി ഈ വേദികളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അതിൽ നിന്നൊക്കെ പിന്നെ ഈ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ താളത്തിലൂടെയാണ് നമ്മുടെ ഈ താളങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നതേ, അക്ഷരാർത്ഥ വിട്ടാണ്. അപ്പം സ്റ്റേജിലിരുന്ന് നമുക്ക് താളം ഇടുന്നത് ആവർത്തന സമയമുണ്ടല്ലോ, ആവർത്തന സമയത്ത് നമുക്ക് ഒരാൾ താളം ഇട്ട് വരുന്നത് നോക്കിയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ആ താളം കാണുന്നതിന് വലിയ ബുദ്ധിമുട്ടായപ്പോൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ അതിൽ നിന്നും പതുക്കെ പുറകോട്ട് മാറി പിന്നെ പാട്ടിലേക്ക് ശരിക്കും അന്നേരമാണ് എൻ്റെ വിഷയത്തിലേക്ക് ശരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പാടാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ല കുറേ പാട്ടുകൾ പാടിത്തന്ന് ചേട്ടൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ചേട്ടൻ്റെ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എത്രയും പെട്ടെന്ന് മാറുവാനും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ടാകും. അപ്പം ഇനി നമുക്ക് ചേട്ടൻ്റെ ഒരു നല്ലൊരു പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊണ്ട് ഇന്നത്തെ ഈ സംസാരം നമുക്കിവിടെ നിർത്താം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമാം ഞാൻ, ഏതേതോ കഥയിൽ
സരയുവിൽ ഒരു ചുടുനീർ കണമാം കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോ ഇന്ദിരാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി